ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനം ബിജെപിയുടെ മനോഹർലാൽ ഖട്ടർ രാജിവെച്ചു. രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജി സമർപ്പിച്ചു. സഞ്ജയ് ഭാട്യ, നായബ് സൈനി എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, അവിടെ ദുഷ്യന്ത് ചൌട്ടാലയുമായുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു MP ബിജെപി വിട്ട് കോൺഗ്രസ് പാളയത്തിലെത്തിയത്. മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഹരിയാനയിലെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. സുജയ, ഹരിയാനയിലെ രാഷ്ട്രീയ ചിത്രത്തിൽ ചില പ്രതിസന്ധികൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. പ്രധാനമായും BJP JJP സഖ്യമാണ് അവിടെ സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് എത്തിയപ്പോൾ ഈ സഖ്യത്തിൽ ഇപ്പോൾ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ലോക്സഭാ സീറ്റുകളാണ് ഹരിയാനയിൽ ഉള്ളത്. നിലവിൽ 2019 ഈ 10 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിച്ച് BJP വിജയിച്ചതാണ്. അതിനുശേഷമാണ് അവിടെ സർക്കാർ രൂപീകരിക്കുക, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്ത് ആ ഘട്ടത്തിലാണ് JJP NDAയുടെ സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്ത് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ JJP ആവശ്യപ്പെട്ടതോടെയാണ് സംസ്ഥാന BJP നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച് ഞങ്ങൾക്ക് JJPയുടെ പിന്തുണ വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിൽ സീറ്റുകൾ അവർക്ക് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് BJP സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതോടെ അവിടെ സഖ്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കി, സഖ്യം തകർന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. എന്താണെങ്കിലും ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയ സർക്കാർ ഏത് തരത്തിലായിരിക്കും അധികാരമേൽക്കുക എന്താണ് ഏറ്റവും വലിയ ആകാംക്ഷ. പ്രത്യേകിച്ച് മനോഹർലാൽ ഖട്ടർ തന്നെ മുഖ്യമന്ത്രിയായി തുടരുമോ, അതല്ല മറ്റ് ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രധാനമായും 2 പേരുകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അതായത് സഞ്ജയ് ഭാട്യ ഒപ്പം നായബ് സൈനി എന്നീ 2 പേരുകൾ പരിഗണിച്ചുകൊണ്ട് വീണ്ടും സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. അത്തരത്തിൽ നടക്കുമ്പോൾ പ്രധാനമായും സർക്കാരിൽ 90 അംഗ നിയമസഭയാണ്. അതിൽ 46 MLA മാരുടെ പിന്തുണ വേണം. ആ പിന്തുണ 41 അംഗങ്ങളാണ് ഇതിൽ BJPക്ക് ഉള്ളത്. അപ്പോഴും പിന്തുണയ്ക്ക് ഇനിയും ആളുകൾ വേണം. ആ സാഹചര്യത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് 7 സ്വതന്ത്രരും ഉൾപ്പെടെ പിന്തുണ BJPക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും JJPയിൽ കൂടി സ്പ്ലിറ്റ് ഉണ്ടായിക്കൊണ്ട് അത്തരത്തിൽ അവിടുന്ന് കൂടി MLA മാരെ അടർത്തിയെടുക്കാൻ നീക്കം BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ JJPയുടെ ഭാഗത്ത് അവർക്ക് 10 MLA മാരാണ് ഉള്ളത്. ഈ MLA മാരുടെ യോഗം ഇന്നലെ വൈകിട്ട് വിളിച്ചിരുന്നു. പക്ഷേ അതിൽ 5 MLA മാർ യോഗത്തിന് എത്തിയില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ഉള്ളത്. ഈ 5 MLA മാരും BJPയോട് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ JJP നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ദില്ലിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി ദുഷ്യന്ത് ചൌട്ടാല കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നു. എന്നാൽ രാവിലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചത്. എന്നാൽ ആ കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നിട്ടില്ല. എന്താണെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നു. പ്രധാനമായും JJP ഒഴിവാക്കിക്കൊണ്ട് ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് BJP പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മനോഹർലാൽ ഖട്ടർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഖട്ടർ ഇനിയിപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിച്ചുകൊണ്ട് പുതുമുഖങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന സൂചനകളും എന്താണെങ്കിലും BJP നേതൃത്വം നൽകുന്നുണ്ട്. കേന്ദ്ര നിരീക്ഷകരെ ഉൾപ്പെടെ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട അടക്കമുള്ള 2 നിരീക്ഷകരെ ഉൾപ്പെടെ BJP ഇപ്പോൾ ഹരിയാനയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ വിശദമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും സർക്കാർ രൂപീകരണം. നിലവിലത്തെ സാഹചര്യത്തിൽ JJPയെ ഒഴിവാക്കിക്കൊണ്ടാണെങ്കിൽ പോലും സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വതന്ത്ര MLA മാർ എല്ലാം പിന്തുണ ഇതിനോടകം തന്നെ BJPക്ക് നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ആ കൂട്ടത്തിൽ JJP കൂടി പിളരുകയാണെങ്കിൽ അതിൽ വരുന്ന 5 MLA മാർ കൂടി ഇപ്പോൾ BJPക്ക് പിന്തുണ നൽകും. അതോടെ സർക്കാർ സുരക്ഷിതമാണ് എന്ന നിലപാടാണ് നമുക്ക് അവിടുന്ന് BJP വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരൻ.